വർഷങ്ങൾക്ക് ശേഷം വിനീതിൻ്റെ മാജിക്കുള്ള ഒരു മൂവി യെറ്റ് അഗെയിൻ വിനീത് ശ്രീനിവാസൻ പൊളിയാണ്. ഒരുപാട് പേരെ പറ്റി പറയണമെന്നുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് വിനീത് ശ്രീനിവാസൻ, താങ്ക് യു, ഒരു അടിപൊളി പടമാണ്. സെക്കൻഡ് പ്രണവ് നന്നായിട്ട് എന്ത് ചെയ്തു. ഒരു സീനിൽ പോലും എന്താ പറയുക, പല സീനിൽ നമുക്ക് ലാലേട്ടനെ പോലെ ഒരു ഫീലിംഗ് ഒക്കെ തരുന്നുണ്ട്. ഞാൻ ശരിക്കും ഈ സിനിമ ഞെട്ടിയത് ധ്യാൻ്റെ പെർഫോമൻസ് കണ്ടാണ്. കാരണം ഹൃദയത്തിൽ നമ്മൾ പ്രണവിൻ്റെ പെർഫോമൻസ് ഞെട്ടിയെങ്കിൽ ഇതിനകത്ത് ധ്യാൻ ശരിക്കും ഓസമായിട്ട് ലൈക്ക് പുള്ളിക്ക് ഇത്രയും പറ്റുന്ന പുള്ളി അടിപൊളി കാണിച്ചു. പിന്നെ സെക്കൻഡ് ഹാഫ് ഒരു ഐറ്റം വരുന്നുണ്ട് മോനെ, നിതിൻ പോളി എനിക്ക് അടിപൊളിയായിട്ട് പുള്ളിയുടെ അഴിഞ്ഞാട്ടാണ് സെക്കൻഡ് ഹാഫ്. നിവിൻ പോളിയുടെ ഒരുപാട് ചിരിക്കാനുണ്ട് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് നല്ലൊരു ഫീലായിരുന്നു, സെക്കൻഡ് ഹാഫ് ഒരുപാട് ചിരിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു സിനിമ പറയുന്ന കഥയാണ്. മൊത്തത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് വിനീത് ശ്രീനിവാസൻ. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, ഒത്തിരി ചിരിക്കാനുണ്ട്. ആൻഡ് വെരി ഹാപ്പി വിത്ത് ഇറ്റ്. പൊളിച്ചു. ഒരു 2-3 ചെറിയ ക്യാമിയോസൊക്കെ ഉണ്ട്, അതൊക്കെ നന്നായി പകടായിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ പൊളിച്ചു. ഞാൻ പറഞ്ഞില്ലേ നിവിൻ പോളിയല്ലേ, നിതിൻ പോളി. ഞാൻ പറയുന്നില്ല, സെക്കൻഡ് ഹാഫ് വന്നൊരു അഴിഞ്ഞാട്ടം. ആ നിവിൻ്റെ ആ പാട്ടിൻ്റെ സ്കോർ കൂടി ഉണ്ട്, ഒരു മാസ് എൻട്രി. അതിനുശേഷം തന്നെ ഫുൾ ഓൺ കോമഡിയാണ്. സെക്കൻഡ് ഹാഫ് ആക്ച്വലി നിവിൻ്റെ കയ്യിലായിരുന്നു. രണ്ടുപേരും ഇവരുടെ ധ്യാനും പ്രണവിൻ്റെ കോമ്പിനേഷൻസ് നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. പഴയ ഈ മോഹൻലാൽ ശ്രീനിവാസൻ ഡയലോഗ്സൊക്കെ അതൊക്കെ വരുമ്പോൾ ഉള്ള ഒരു റെഫറൻസുകൾ നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. തിയേറ്ററിൽ ശരിക്കും എൻജോയ് ചെയ്തൊരു കണ്ണ് നിറയും മനസ്സ് നിറയും, ഒത്തിരി ചിരിക്കാനുണ്ട്. വെരി ഹാപ്പി. കിടിലം പടം. അതായത് ധ്യാൻ ശ്രീനിവാസൻ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ധ്യാൻ്റെ ഉള്ളിൽ ഇത്രയും കിടിലനൊരു നടൻ ഉണ്ടായിട്ടാണ് പുള്ളി കഴിഞ്ഞ കുറേ കൂതറ സിനിമയിൽ പോയി അഭിനയിച്ചതെന്ന് ഓർക്കുമ്പോഴാണ്. കിടിലം പെർഫോമൻസ്. അതായത് ക്യാരക്ടർ പിടിച്ച് ത്രൂ ഔട്ട് പോയിട്ടുണ്ട്. ഈ 2 കാലഘട്ടം ഉണ്ടല്ലോ, 90s പിന്നെ ഇപ്പോഴത്തെ കാലം. ഈ 2 കാലത്തുണ്ടായിരുന്ന, അതായത് ഇവരുടെ ആ ഒരു ജേണിയുണ്ട്, പ്രണവിൻ്റെയും ധ്യാൻ്റെയും ക്യാരക്ടേഴ്സിൻ്റെ ജേണിയാണ് കാണിക്കുന്നത്. അതിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ പോർഷൻസ് വരുമ്പോൾ പുള്ളിയുടെ, അതായത് പഴയ കാലം തുടങ്ങി പ്രായം ഓണം വരെയുള്ള പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ആ പ്രായമാവണ സമയത്തൊക്കെ ബോഡി ലാംഗ്വേജിൽ വരുന്ന ഓരോ മാറ്റമുണ്ട്. അതൊക്കെ ധ്യാൻ ശ്രീനിവാസൻ കിടിലനായിട്ട് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. ബോഡി ലാംഗ്വേജിൽ പ്രായം വരുമ്പോഴുള്ള ബോഡി ലാംഗ്വേജ് അതൊക്കെ അടിപൊളിയായിരുന്നു. പോരാത്തതിന് വോയിസ് മോഡുലേഷനും ഡയലോഗ് ഡെലിവറിയും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇമോഷണൽ സീൻസൊക്കെ കൺട്രോൾ ചെയ്താണ് ധ്യാൻ ശ്രീനിവാസൻ ചെയ്തേക്കണം. ധ്യാൻ അടിപൊളി. അവസാനം ചേട്ടൻ തന്നെ വരേണ്ടി വന്നു ഒരു കരിയർ ബ്രേക്ക് കൊടുക്കാനായിട്ട്. കിട്ടില്ലനായിട്ട് ചെയ്തിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ. പിന്നെ പ്രണവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ലാലേട്ടൻ എത്ര കിടിലായിട്ടാണ് ഓരോ പാട്ടിലും ലിപ്പ് സിങ്ക് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ തുടക്കത്തിലൊരു പാട്ടുണ്ട് ഇതിനകത്ത്. അതിനകത്ത് പ്രണവിൻ്റെ ലിപ് സിങ്ക് കണ്ടിട്ടില്ലേ, സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഓർമ്മ വന്നു. കാരണം അതുപോലെയാണ് കിട്ടിലായിട്ട്. അതായത് ആ ലിറിക്സ് പോണ ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് പുള്ളി ലിപ്പ് സിങ്ക് ചെയ്തേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പ്രണവിനെ പല സീനിലൊക്കെ കണ്ടില്ലേ കറക്റ്റ് ലാലേട്ടൻ. അതായത് ഇമിറ്റേറ്റ് ചെയ്യണത് റെഫറൻസ് ഒന്നുമല്ല, നാച്ചുറലായിട്ട് തന്നെ സാധനമാണ്. പ്രണവിൻ്റെ പെർഫോമൻസ് കിട്ടില്ല. നടന്നിട്ട് ഈ ധ്യാൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ കാലഘട്ടം മാറുമ്പോഴും ഈ പ്രായത്തിൻ്റെയൊക്കെ ഒരു ഇത് വരുമ്പോഴും പ്രണവും കിടിലായിട്ട് തന്നെ അത് ക്യാരക്ടർ പിടിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മോസ്റ്റ് എൻ്റർടൈനിങ് ട്രാക്ക് നിവിൻ പോളിയുടെ ട്രാക്കാണ്. നിവിൻ പോളിയുടെ ഇൻട്രോയിൽ തിയേറ്റർ കുലുങ്ങി. കാരണം അത്രക്കും ഉണ്ടായിരുന്നു. ആ ഒരു സ്കോറിങ് ഉണ്ട് നിവിൻ പോളിയുടെ ഒരു പാട്ടിറക്കിയിട്ടുണ്ടാവില്ല, അതൊക്കെ പ്ലേസ് ചെയ്തേക്കണം അടിപൊളിയായിരുന്നു. നിവിൻ പോളി ഒരു 20-25 മിനിറ്റ് ഉള്ളെങ്കിലും പുള്ളിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. കാരണം അത്രക്കും ഉണ്ട്. കാരണം എല്ലാവരും ഇല്ലേ തിയേറ്ററിൽ കൈയടിക്കണമായിരുന്നു നിവിൻ പോളിയുടെ ഓരോ ഡയലോഗ്സിനും. അത്രക്കും പുള്ളി എൻ്റർടൈൻ ചെയ്തു. ഈ സിനിമയിൽ തന്നെ ഏറ്റവും എൻ്റർടൈനിങ് ട്രാക്ക് നിവിൻ പോളിയുടെയാണ്. പിന്നെ കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. കല്യാണിക്കൊന്നും അധികം സ്ക്രീൻ സ്പേസ് ഇല്ലെങ്കിൽ പോലും ഉണ്ടായ സമയമൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലൊക്കെ ഒന്ന് സെക്കൻഡ് ഹാഫിലാണ്. ബേസിലും കിടിലായിട്ട് തന്നെ കിട്ടിയ ക്യാരക്ടർ ചെയ്ത് പോയിട്ടുണ്ട്. അജു വർഗീസ് അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു. ഓവറോൾ കിടിലം പടമാണ്. അതായത് പിന്നെ പാട്ടുകളും സ്കോറിങ്ങും അടിപൊളിയായിരുന്നു. അതായത് സിറ്റുവേഷൻ അനുസരിച്ച് ബ്ലെൻഡായാണ് ഉള്ളത്. കിടിലായിട്ട് തന്നെ വന്നിട്ടുണ്ട്. വിഷു വിന്നറാണെന്ന് പറയാറായിട്ടില്ല, കാരണം ആവേശം കൂടി കണ്ടാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഒരിക്കലും നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല, കാരണം അത്രക്കും കിട്ടില്ല. ഹൃദയത്തിനേക്കാളും അടിപൊളിയായിട്ട് തോന്നിയത് ഇതാണ്. ഹൃദയം കൊള്ളൂലെന്നല്ല, പക്ഷെ അതിനേലും കുറച്ചും കൂടി ഫീൽ ഉണ്ടായത് ഇതിനാണ്. അത്രക്കും ഉണ്ട്. 3 മണിക്കൂർ ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല. ഫുള്ളി എൻഗേജ്ഡാണ്. കിടിലം പടം. ഇപ്പോൾ നിവിൻ പോളി പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞു തുടങ്ങാം, എന്നെ ബോഡി ഷേമിങ് ചെയ്യലടാ പട്ടികളെ, ഐ ആം ബാക്ക്. കാരണം നിവിൻ പോളി ഇത്രയും കോമഡി ടൈമിങ് അടുത്ത കാലത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ പിന്നെ തട്ടത്തിമറയത്തിലോ നമ്മൾ വടക്കൻ സെൽഫിയിലോ കണ്ട ഒരു നിവിൻ പോളിയുടെ ആ ഒരു കംപ്ലീറ്റ് അഴിഞ്ഞാട്ടമാണ് സെക്കൻഡ് ഹാഫിൽ. കാരണം ഈ സിനിമകളിൽ വന്ന് ഇത്രയും നായകന്മാരുണ്ടായിട്ടും വിനീത് ശ്രീനിവാസൻ പോലെ ഇത്രയും ഡയറക്ടർ ഉണ്ടായിട്ടും കണ്ടിറങ്ങുന്ന എല്ലാവരും നിവിൻ പോളിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അറിയാം പുള്ളിയുടെ ആ ഒരു കംപ്ലീറ്റ് ഹീറോയിസും പുള്ളിയുടെ കോമഡി ടൈമിംഗ് ഒക്കെ തിരിച്ചു വന്ന ഒരു മൂവിയാണ്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്
അതിഗംഭീര ഇമ്പ്രൂവ്മെൻ്റ് ആണ് ധ്യാൻ ശ്രീനിവാസൻ്റെ. കാരണം രണ്ട് കാലഘട്ടത്തിലുള്ള കഥാപാത്രം ധ്യാൻ ചെയ്ത് ഫലിപ്പിക്കുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഒരു ഇതുവരെ കാണാത്ത രീതിയിലുള്ള ധ്യാൻ്റെ പെർഫോമൻസ് പ്രണവ് മോഹൻലാലും താരത്തുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് നമുക്കറിയാം, മിനി ശ്രീനിവാസൻ്റെ സിനിമയിൽ സ്കോർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിനിമയിൽ സ്കോർ എന്ന് പറയുന്നത് മനസ്സിനെ ടച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്കോറാണ്. രണ്ട് കാലഘട്ടമായിട്ട് കാണിക്കുന്നു. കംപ്ലീറ്റ് ഒരു വലിയ സിനിമയാണ്. കാരണം ഒരുപാട് കാലഘട്ടത്തിലൂടെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോയ ആ ഒരു ഫീലിലാണ്. പല സീനുകളിലും നമുക്കൊരു മോഹൻലാലിനെയും ശ്രീനിവാസനെയും കാണുന്ന പോലെയാണ് അവരുടെ കോംബോ, അവരുടെ പഴയകാല ഡയലോഗുകൾ എല്ലാം കറക്റ്റായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ ഫീൽ ഗുഡ് മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം. കൊണ്ടുപോയോ വിഷു? ബാക്കി രണ്ട് പറയാനുള്ള റിവ്യൂ അറിയില്ല. ഇപ്പോൾ ഇതിപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നല്ല രീതിക്ക് മേക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് സത്യമായി പ്രണവും ധ്യാനും എല്ലാവരും നല്ല രീതിക്ക് പെർഫോം ചെയ്തു. പിന്നെ നിവിൻപോളിയുടെ നല്ലൊരു സംഭവമാണ്. എല്ലാവർക്കും നല്ല എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ നിവിൻപോളിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ ഒരു വിനീത് മാജിക് എന്ന രീതിയിൽ ഹാപ്പിയാണ്. ഇതിൻ്റെ പറയാൻ അറിയാം. ദാസനെ അത്രയും അല്ല, ഇവരുടേതായ രീതിയിൽ അവർ നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കാണാൻ പറ്റി തോന്നുന്നുണ്ടോ? എല്ലാവർക്കും കാണാം. എല്ലാത്തരം ഓഡിയൻസിനും തൃപ്തിപ്പെടുന്ന ഒരു പടമായിരുന്നു. നിവിൻപോളി അത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു പറയണം.